بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. സത്യവിശ്വാസികളെ വിശ്വസിക്കും. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധികൾക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. കാലം മാറിയതിനനുസരിച്ച് നമ്മുടെ വിശ്വാസ സംരക്ഷണത്തിൽ അതീവ ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്റർനെറ്റിന്റെ ഉപയോഗം വർദ്ധിച്ചു എന്നത് തന്നെയാണ്. അതിന് പോസിറ്റീവും നെഗറ്റീവുമായ തലങ്ങളുണ്ട് എങ്കിൽ പലപ്പോഴും അതിന് നെഗറ്റീവായ തലമാണ് ഉയർന്നു നിൽക്കാറുള്ളത്. കേരളത്തിൽ ഇന്റർനെറ്റിന്റെ ഉപയോഗം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഏകദേശം 72% ആളുകൾ മലയാളക്കരയിൽ ഇന്റർനെറ്റിന്റെ ഉപഭോക്താക്കളാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ തന്നെ നമ്മുടെ യുവാക്കൾ ഏകദേശം 3 മണിക്കൂർ മുതൽ 5 മണിക്കൂർ സമയം വരെ ഇതിൽ തന്നെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ ഉറങ്ങുന്ന സമയം വെച്ചാൽ ബാക്കി എത്രയുണ്ടാകുന്ന നമുക്കറിയാം. ആ സമയത്തിൽ ഏകദേശം 5 മണിക്കൂറോളം സമയം ഈ ഇന്റർനെറ്റിന്റെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യുവാക്കളുടെ കാര്യം മാത്രമല്ല, പ്രത്യേകിച്ച് കോവിഡാനന്തരം നമ്മുടെ കേരളത്തിൽ കണ്ട ഒരു പ്രതിഭാസം അത് വൃദ്ധജനങ്ങളിലേക്ക് കൂടി, വയോധികരിലേക്ക് കൂടി, പ്രത്യേകിച്ച് 60-70 വയസ്സായ അതിനുശേഷമുള്ള ആളുകളിലേക്ക് കൂടി ഇതിന്റെ വലിയ തോതിലുള്ള ഉപയോഗം കടന്നു വന്നിട്ടുണ്ട് എന്നതാണ്. ഇന്ത്യയിൽ 15 മുതൽ 20 വരെയാണ് അതിന്റെ കണക്ക് എങ്കിൽ കേരളത്തിൽ അതിന്റെ എത്രയോ ശതമാനമാണ് വയോധികരായ ആളുകൾ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ സമയം ചെലവഴിക്കുന്നത് എന്നാണ് നമുക്ക് കണക്കുകളിലൂടെ കാണാൻ സാധിക്കും. അതിന് ഒരുപാട് ഇമ്പാക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരുപാട് ഫേക്ക് ന്യൂസുകൾ, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്നതിൽ AI ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണോ അതല്ലാത്തതാണോ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്തതും, അതുപോലെ തന്നെ ചില വാർത്താ ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ, ഒതന്റിക് അല്ലാത്ത യൂട്യൂബ് ചാനലുകൾ, അതിലൂടെയൊക്കെ വരുന്ന വാർത്തകൾ അങ്ങനെയൊക്കെ വിശ്വസിച്ചു പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സൈബർ തട്ടിപ്പിന് വിധേയരാകുന്ന ആളുകളെയും ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ അത് മുഖേന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ 100 പേരുണ്ട് എങ്കിൽ അത് 99 പേരും ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളവരാണ് എന്ന രീതിയിലാണ് കണക്കുകൾ കാണിക്കുന്നത്. അതിൽ തന്നെ നഗരങ്ങളെക്കാൾ കാണുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ തന്നെയാണ്. അതിൽ തന്നെ 100 പേർക്ക് അതിന്റെ കണക്ഷൻ ഉണ്ട് എങ്കിൽ 100 പേർക്ക് അത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ 248ഓളം കണക്ഷനുകൾ അത്തരം ആളുകളിലൂടെ തന്നെ, അവരുടെ വീടുകളിലൂടെ തന്നെ ഉണ്ട് എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ സമയം ആളുകൾ ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിന്റെ കുറച്ചുകൂടി കണക്കിലേക്ക് നമ്മൾ വന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏകദേശം 69% മുതൽ 75% വരെ ആളുകൾ ഉപയോഗിക്കുന്നത് എന്റർടൈൻമെന്റുകളാണ്, അഥവാ വിനോദ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, തമാശകൾക്ക് വേണ്ടിയാണ്. അതിന്റെ പിന്നാലെയാണ് ഏകദേശം 85% ആളുകളും ഇത് ഉപയോഗിക്കുന്നതിൽ കൂടുതൽ ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ 56% ആളുകളും ദിവസവും 1 മണിക്കൂർ മുതൽ 3 മണിക്കൂർ സമയം വരെ ഈ വിനോദ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 5 മണിക്കൂറോളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് 3 മണിക്കൂറും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യൻ അവൻ അറിയാതെ തന്നെ അവന്റെ മനസ്സിന്റെ നിയന്ത്രണങ്ങൾ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അവൻ വിചാരിക്കാത്ത മേഖലകളിലുള്ള പക്ഷികൾ പറക്കുന്നത് പോലെ അവന്റെ മനസ്സ് പറന്നുകൊണ്ടിരിക്കുന്നു, വിഹരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അങ്ങനെ അവസാനം അവൻ തന്നിഷ്ടങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്നു എന്ന് മാത്രമല്ല,
ഞാൻ എന്റെ തന്നിഷ്ടങ്ങൾക്ക് വിധേയമായി കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് അറിയാൻ പോലും കഴിയാത്ത വിധം അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രശ്നം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറഞ്ഞത് ഇന്നമാ അഖ്ശാ അലൈക്കും ശഹവാത്തുൽ ഗൈബി ഫീ ബുതൂനിക്കും. ഒന്ന് നിങ്ങളുടെ വയറിന്റെ പേരിലുള്ള ശഹവാത്തുകൾ, അതേപോലെ തന്നെ ഫുറൂജിക്കും നിങ്ങളുടെ കുഞ്ഞാവയവങ്ങളുടെ പേരിലുള്ള ശഹവാത്തുകൾ, വമുദില്ലാത്തിൽ ഹവാ അതേപോലെ തന്നെ ഹവകൾ തന്നിഷ്ടങ്ങൾ നിങ്ങളെ വഴിതെറ്റിപ്പിക്കുന്ന കാര്യത്തിലും ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും ഇന്ന് ഈ ഇന്റർനെറ്റ് ഉപയോഗത്തിൽ നമുക്ക് കാണാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതുപോലെ കൂടുതൽ അഭിനയിക്കുന്നവരിൽ കാണുന്ന ചലച്ചിത്രങ്ങളാണ്. വയറിന്റെ പേരിലുള്ള സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇന്ന് കുറച്ചുകൂടി നിങ്ങൾ സെർച്ച് ചെയ്തു കൂടുതൽ ആളുകൾ കാണുന്ന ഒരു സാധനമാണ് ഈ ഫുഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതികൾ. വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ. അത് നിങ്ങളൊരു ഫുഡ് ഉണ്ടാക്കുന്നതും അത് വിളമ്പുന്നതും അത് കഴിക്കുന്നതും ഒരു വിനോദമായി മാറി കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനുവേണ്ടി ചായ കുടിക്കാൻ വേണ്ടി എത്രയോ കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ കേരളത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതിലൂടെ ആ ഒരു ഫുഡിന് പല രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അടിമയായിക്കൊണ്ട് മനുഷ്യൻ എന്തെല്ലാമോ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ പറഞ്ഞത് രുചിക്കും അവരുടെ മുഖ്യാവയവങ്ങൾ അത് ശബ്ദത്തുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. അതെ, ലൈംഗികമായ അപഭ്രംശങ്ങൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രമാത്രം വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പീഡനത്തിന്റെ, ചെറിയ കുട്ടികളെ പോലും പീഡിപ്പിക്കുന്നതിന്റെ വാർത്തകൾ എത്രയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ല. 50ഉം 60ഉം വയസ്സായ, അതിനുശേഷവും വയസ്സായ ആളുകൾ വരെ ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ ഇത് കൂടുതലായി ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു സന്ദർഭം വരുമ്പോൾ വേഗത്തിൽ അതിലേക്ക് ചാഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് മൂന്നാമത് പറഞ്ഞത്. അതുപോലെ തന്നെ തോന്നലുകൾ തന്നെ, തന്നിഷ്ടങ്ങൾ തന്നെ വഴിതെറ്റിക്കുന്ന വിഷയം. ഇതൊക്കെ ഈ കാര്യത്തിലാണ് ഞാൻ എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എവിടെയും നിന്ന് നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള മനുഷ്യനെ മയക്കിക്കിടത്തുന്ന ഒരു പ്രധാന സംഗതിയാണ് ഈ മ്യൂസിക് എന്ന് പറയുന്നത്, സംഗീതം എന്ന് പറയുന്നത്. അത് കൃത്യമായ ഹദീസുകളിലൂടെ കടന്നു വന്നതാണെന്ന് അവസാന കാലഘട്ടമാകുമ്പോൾ അതൊക്കെ ഹലാലാണെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യസ്തഹില്ലൂന അൽ-ഹിറ വൽ ഹരീറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൽ മആസിഫ് എന്നതിന് കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞു. സംഗീത ഉപകരണങ്ങൾ കുഴപ്പമില്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം മറ്റൊരു ആളുകളിൽ നിന്ന് വരുമെന്നല്ല പറഞ്ഞത്, മുസ്ലിം ഉമ്മത്തിൽ നിന്നുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് എവിടെയാണ് ഇല്ലാത്തത്? അതിന്റെ അകമ്പടി ഇല്ലാത്ത ഒരു ഇടവും നമുക്ക് കാണാനില്ല. ഒരു ഓട്ടോറിക്ഷയിൽ കയറിയാൽ, ഒരു ബസ്സിൽ കയറിയാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നാൽ, ഏതെങ്കിലും ഒരു വിവാഹത്തിന്റെ സ്ഥലത്ത് പങ്കെടുത്താൽ, എവിടെ പോയാലും ഇതിന്റെ അപ്പുറത്ത് ഇയർഫോണ് കാതിൽ തിരികെ അത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കൺമുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിനോദം, അതിനുവേണ്ടി കാശ് എത്രയാണ് ആളുകൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു 69% മുതൽ 85% വരെ ആളുകൾ ഈ വിനോദത്തിന് വേണ്ടിയാണ് ഈ ഇന്റർനെറ്റ് സമയം ചെലവഴിക്കുന്നത്. അതിന് എത്ര കാശായിരിക്കും അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? 500 മുതൽ 200, 2000 വരെ രൂപ ഇതിനെ ഒരു മാസത്തിൽ ഒരാൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ്. അഥവാ വർഷത്തിൽ 100 കോടിയിലധികം രൂപ മലയാളികൾ ഈ വിനോദ സംഗതികൾക്ക് വേണ്ടി, തമാശകൾക്ക് വേണ്ടി മാത്രമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ്. എന്താ അതിൽ സംഭവിക്കുന്നത്? ശരിക്കും വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് വല്ലാതെ അഡിക്റ്റ് ആയാൽ, ഇതിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്നാൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് സംഭവിക്കും. ഒന്ന്, നമ്മളറിയാതെ ദീനീ ചിന്തകളിൽ നിന്ന് നമ്മൾ അകന്നു പോകും. രണ്ടാമത്തേത്, പിന്നെ അവസാനം നമ്മൾ ഈ ദീനീ കാര്യങ്ങൾ പരിഹസിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ കയറി. പിന്നെ ദീനീ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് ഫുട്ബോളിൽ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ സ്ഥലത്ത് പോയിട്ട് മ്യൂസിക് ഒന്നും പാടില്ല എന്ന് പറഞ്ഞ എവിടെ വരുന്നതായിരിക്കും. ആ വരുന്ന ആൾ ആ പറഞ്ഞവരെ പറ്റി പരിഹസിക്കുക ചെയ്യും. ഇയാളേതാ ഒരു കാക്ക, ഇയാളേതാ അമ്മാവൻ, ഇയാളേതാ ഈ നാട്ടിൽ നിന്ന് വരുന്നത്, അസാബുൽ ഇറങ്ങി വരികയാണോ എന്ന രീതിയിലായിരിക്കും ചിന്തിക്കുക.
അതാണെന്ന് ഒന്ന് ദീനീ കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകും. രണ്ടാമത് ആ ദീനീ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പരിഹസിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ വരും. ആയത്ത് നോക്കൂ നിങ്ങൾ, 31-ാം അധ്യായം 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു, വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ലഹുവൽ ഹദീസ്, വിനോദ വർത്തമാനങ്ങൾ വില കൊടുത്തു വാങ്ങുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എന്താണ് വില കൊടുത്തു വാങ്ങിയാൽ സംഭവിക്കുക? എന്തിനു വേണ്ടിയാണത്? യാതൊരു അറിവുമില്ലാതെ യാതൊരു വിവരവുമില്ലാതെ അതങ്ങ് വാങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നതിന് വേണ്ടി. ഒന്നാമത്തെ കാര്യം പറഞ്ഞതെന്താ? വഴിതെറ്റിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് യാതൊരു വിവരവുമില്ലാതെ. പിന്നെ രണ്ടാമത് പറഞ്ഞതോ, അതിനവർ പരിഹാസത്തോടു കൂടി കാണുകയും മതപരമായ കാര്യങ്ങളെ അവർ പരിഹസിക്കുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി വിനോദ വർത്തമാനങ്ങൾ വില കൊടുത്തു വാങ്ങുന്നവരെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിനക്ക് കാണാം. എന്താണ് അവർക്ക് വരാനിരിക്കുന്നത്? നിന്ദകരമായ ശിക്ഷയാണ് നാളെ പരലോകത്ത് കാത്തിരിക്കുന്നത്. സംഗീതം എന്ന് പറയുന്നത് മനസ്സിൽ കാപ്പട്യം നിറക്കുന്നത് റസൂലുള്ളാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഹൃദയത്തിൽ കാപട്യം നട്ടുവളർത്തുന്ന സംഗതിയാകുന്നു ഈ വിനോദങ്ങൾ, ഈ പാട്ടും അതുപോലെയുള്ള വിനോദ സംഗതികൾ. പാട്ടെന്ന് പറയുമ്പോൾ സംഗീതത്തിന്റെ അകമ്പടിയില്ലാത്ത അർത്ഥഗർഭമായ പാട്ട് പാടുന്നതിന് ഇസ്ലാം വിലക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഈ വിവാഹ സദസ്സുകളിൽ പാട്ട് വേണമെന്ന ആളുകൾക്ക് എന്തിനാണ് ആ മ്യൂസിക്കിന്റെ അകമ്പടി? അതില്ലാതെ തന്നെ നമ്മുടെ വീടുകളിലുള്ള എത്രയെത്ര കുട്ടികളുടെ ശുദ്ധിമധുരമുള്ള നല്ല രീതിയിൽ പാടാൻ കഴിയുന്ന എത്ര കുട്ടികളുണ്ട്. ആ കുട്ടികളെ കൊണ്ടൊരു പാട്ട് പാടിച്ചാൽ അതെന്തൊരു സന്തോഷമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് പോയി ഏതോ ആളുകൾ എഴുതി വെച്ച, ഉണ്ടാക്കി വെച്ച കട്ടും മുട്ടും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ എന്തിനു കൊണ്ടുവരണം? ഹൃദയത്തിൽ നിഫാഖ് നട്ടുവളർത്തുന്നതാകുന്നു. ഏതുപോലെ വെള്ളം ഭൂമിയിലേക്ക് വന്നാൽ ആ വെള്ളത്തിൽ നിന്ന് കൃഷി എങ്ങനെ ഉണ്ടാകുമോ, വളർന്നു വരുമോ, ഇതേപോലെ ഈ സംഗീതം തന്നെ മനുഷ്യന്മാർ കേൾക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അവിടെ വളർന്നു വരുന്നത് വിശ്വാസമല്ല, ഈമാനല്ല, തഖ്വയല്ല, മറിച്ച് കാപട്യമായിരിക്കും, നിഫാഖായിരിക്കും എന്ന് റസൂലുള്ളാഹി എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. 3 തരം മനസ്സുകളുണ്ട് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നമ്മളെ ഈ വിഭാഗത്തിൽ കൊടുക്കും. നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഈ 3 വിഭാഗത്തിൽ എവിടെയാണ് നമ്മൾ? ഒന്നാമത് പറഞ്ഞ മനസ്സ് ഏതാണെന്നറിയോ? എന്നാണ്. അഥവാ എപ്പോഴും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനസ്സ്. ഏത് സമയത്തും വേണ്ടാത്ത കാര്യങ്ങൾ തന്നെ ചിന്തിക്കുക. ചില ആളുകൾ പറയും, നമസ്കരിക്കാൻ കൈ കെട്ടിയാൽ പോലും എനിക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നത് എന്താ അവസ്ഥ? അതിന് പരിഹാരം. അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുള്ളത്, നിസ്കരിക്കാൻ പോണ സമയത്ത് ഫോണിൽ നിങ്ങൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കാറുള്ളത്? അതായത് നിസ്കരിക്കാൻ പോകുന്നത് വരെ, പള്ളിക്ക് നടന്നു വരുന്നത് വരെ കാണുന്നത് ഇത്തരം സംഗതികളാണ്. അത് കണ്ട് പോക്കറ്റിൽ ഓഫ് ആക്കിയിട്ടാണ് നേരെ നിസ്കരിക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ട് ബാധ ചിന്തിക്കും. നിസ്കാരം കഴിഞ്ഞാൽ നേരെ കൈ പോകുന്നത് ഫോണിലേക്കാണ്, വീണ്ടും ഓൺ ചെയ്യുന്നത് അത് തന്നെയാണ്. പിന്നെ അത് കണ്ടുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. പിന്നെ നിസ്കരിച്ചതുകൊണ്ട് കാര്യം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും മനസ്സിൽ മോശപ്പെട്ട ചിന്തകൾ ഇങ്ങനെ വരുന്ന അവസ്ഥ. അങ്ങനെയുള്ള നഫ്സുകളുണ്ട്. ഞാൻ എന്റെ മനസ്സിനെ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കുന്നില്ല. തീർച്ചയായും മനസ്സ് ദുഷ്പ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. തന്റെ രക്ഷിതാവിന്റെ കരുണ ലഭിച്ച മനസ്സുകൾ ഒഴികെ പറയണം. അതായത് മനസ്സ് നിശ്ചയമായും മനസ്സ് തെറ്റ് ചെയ്യാൻ ഇങ്ങനെ കൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സുണ്ട്. അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അള്ളാന്റെ കാവലുള്ളവർക്ക്
മാത്രമേ അതിൽ നിന്ന് ഒഴിവാകാൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിനെ കാവലായിട്ട് കിട്ടുക. അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവർക്ക് അള്ളാഹുവിനെ കാവൽ കിട്ടും. അല്ലാതെ 4 മണിക്കൂർ 5 മണിക്കൂർ ഈ റീൽസിന്റെ പിന്നാലെ പോകുന്ന ഒരാൾക്ക് എങ്ങനെ അള്ളാഹുവിന്റെ കാവൽ കിട്ടുക? അതിൽ കാണുന്ന ആ സ്ത്രീകളുടെ നഗ്ന മേനി ആസ്വദിച്ചുകൊണ്ടല്ലാതെ വിവാഹം കഴിച്ച ഒരാൾക്ക് തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോലും കഴിയുന്നില്ല എന്ന് ചില ആളുകൾ പങ്കുവെക്കുമ്പോൾ എത്രമാത്രമാണ് ഈ അശ്ലീലങ്ങൾക്ക് ആളുകൾ വിജയമായി കൊണ്ടിരിക്കുന്നത് എന്ന് നാം ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് നഫ്സ് അൻ-നഫ്സുൽ ലവ്വാമ എന്ന്. വലാ തുസിബു ബിൻ-നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. അഥവാ മനസ്സാക്ഷിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അതൊരു നമ്മുടെ ഒരു കാവൽ നായയാണ് പറയാറുണ്ട്. നമ്മുടെ വീടിന് മുമ്പിൽ കെട്ടിയിട്ട ഒരു നായ, കള്ളൻ വരുമ്പോൾ അതിന്റെ നേരെ കുരച്ചു ചാടുന്ന ഒരു നായ. ഇതേപോലെ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നേരെ, നമ്മുടെ മനസ്സിന് നേരെ കുരച്ചു ചാടുന്ന ഒരവസ്ഥ, മനസ്സിന്റെ ഒരു ചുമച്ചിൽ, അങ്ങനെയുള്ള മനസ്സുള്ള ആളുകളുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഒരു വിഭാഗം. അവർക്ക് തെറ്റ് പറ്റും, പക്ഷെ തെറ്റ് പറ്റുമ്പോണ്ടാവും ചെയ്തത് ശരിയായില്ല, അത് കാണേണ്ടിയില്ല, അത് പോകേണ്ടിയില്ല, ആ ലഹരി ഉപയോഗിക്കേണ്ടിയില്ല, ഞാൻ ആ കമ്പനിന്റെ കൂടെ പോകേണ്ടിയില്ല, ആ ടൂർ പോയതുകൊണ്ടാണ് പ്രശ്നമായത്, അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാകുമ്പോൾ അയാൾ നിസ്കരിച്ചിട്ടില്ല. ഇങ്ങനെയുള്ളവരാ. ഇത് കുറച്ചുകൂടെ ഈമാനുള്ള ആളുകളുടെ ലക്ഷണമാണ്. പക്ഷെ ഇവര് വക്കത്താണ്. ഇവര് വക്കിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തിന്മയുടെ വക്കിലൂടെയാണ്, ഉൾപാലത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും തിന്മയിലേക്ക് അവർ പോകാം. പക്ഷെ ആ തിന്മയിലേക്ക് പോകുമ്പോൾ ഒരു ചൊറിച്ചിലിങ്ങനെ ഉണ്ടാവും. പക്ഷെ അത് അധിക കാലം ഉണ്ടാവില്ല. കുറച്ചു കാലം ആ തിന്മ തന്നെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ആ ചൊറിച്ചിൽ പോകും. ഏതുപോലെ നമ്മള് വീടിൽ ഉപയോഗിക്കുന്ന തുണിക്കഷ്ണങ്ങൾ ഉണ്ടല്ലോ, ആ തുണിക്കഷ്ണം സാധാരണ നമ്മൾ ടവലായിട്ട് ഉപയോഗിക്കും. പിന്നെ അത് മുഷിയുമ്പോഴത്തേക്കും മേശ ഉടക്കാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ അത് അടുക്കളയിൽ നമ്മുടെ പാത്രം പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കും അല്ലെ. ആ സമയമായി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ നേരം അല്ലെ. അതിന്റെ മുമ്പാണെങ്കിൽ നീ കഴിയാൻ നന്നാവും. ഇതേപോലെ ഹൃദയം എന്ത് ചെയ്യും? അങ്ങനെ അങ്ങ് ചടച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് നന്നായി എടുക്കാൻ കഴിയില്ല. അതാണത് ഈ രണ്ടാമത്തെ തെറ്റ് ചെയ്യുമ്പോൾ കുറ്റബോധം തോന്നും. ആ തോന്നുന്ന ആളുകൾ എപ്പോഴും തോന്നിക്കോളുന്നില്ല. കുറച്ച് മുന്നോട്ട് പോയ നേരത്തെ പോലെ മനസ്സ് എപ്പോഴും മോശപ്പെട്ട കാര്യങ്ങൾ അയാളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ മൂന്നാമത്തെ മനസ്സിലാ നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്ന നഫ്സാണ്, അഥവാ സമാധാനമടഞ്ഞ മനസ്സ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, മരിക്കാൻ കിടക്കുന്ന ആളോട് ഇതാ, സമാധാനമടഞ്ഞ മനസ്സേ, നിന്റെ രക്ഷിതാവിലേക്ക് തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും മടങ്ങിക്കൊള്ളുക. ആ മലക്ക് വന്ന് പറയും, എന്തൊരു സമാശ്വാസമായിരിക്കുന്നു. വല്ലാത്ത ആശ്വാസം. മരിക്കുന്ന സമയത്ത് വേറുള്ളവരൊക്കെ വേദനിക്കുന്നു, വിഷമിക്കുന്നു. പക്ഷേ ഈ മരിക്കുന്ന വ്യക്തിക്ക് മലക്കുകൾ വന്നുകൊണ്ട് സമാധാനമടഞ്ഞ മനസ്സേ എന്ന് വിളിക്കുമ്പോൾ തന്നെ വല്ലാത്ത ഒരു സന്തോഷം ഉണ്ടാകുന്നു. പറയുന്ന സന്തോഷ വാർത്ത എന്താ? എന്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ നീ പ്രവേശിക്കുക, നീ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. അതാരോടാ പറയാ? നഫ്സുൽ മുത്മഇന്നയോടാണ് പറയാ. ഈ മൂന്ന് മനസ്സ്, നമ്മുടെ മനസ്സ് എവിടെ നിൽക്കുന്നു? ഒരു സമാധാനമുള്ള മനസ്സാണ് സുഹൃത്തുക്കളെ. അതായത് നമ്മളിങ്ങനെ ആലോചിച്ച് കുട്ടികളെ, ഞാൻ മുന്നിൽ തെറ്റും ചെയ്യുന്നു, ഞാൻ കഴിഞ്ഞ ആഴ്ച യാതൊരു വേണ്ടാത്തത് ചെയ്തിട്ടില്ല, ഞാൻ അമ്മാതെ നിയമനുസരിച്ചാണ് ജീവിക്കുന്നത്, എന്റെ നിസ്കാരത്തിന് യാതൊരു തകരാറില്ല. അങ്ങനെ ഒരു മനസ്സിനൊരു സമാധാനമുള്ള അവസ്ഥ നമുക്ക് ഉണ്ടോ എന്ന് ആലോചിക്കും. ഈ മൂന്നാമത്തെ മനസ്സ് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ബോധപൂർവം അധ്വാനിച്ചാലേ നടക്കും. ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ 2 കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കും. ഒന്ന്, നമ്മുടെ ഇപ്പോഴുള്ള ആരോഗ്യം, അതേപോലെ തന്നെ നമുക്ക് ഒഴിവ് വേണമെന്നത്. ഇത് രണ്ടും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ മനസ്സ് നിലനിർത്താൻ കഴിയില്ല. കൂടുതൽ ആളുകൾ 2 കാര്യത്തിൽ അവർ വഞ്ചിതരാണ്. ഒന്ന് ഒഴിവ് സമയവും, മറ്റൊന്ന് അവരുടെ ആരോഗ്യം. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യനെ വേഗം തിന്മയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇപ്പൊ നമ്മള് ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വെക്കേഷനിലേക്കാണ് അവർ പ്രവേശിച്ചിരിക്കുന്നത്. ഈ വെക്കേഷൻ മൊത്തം പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. എന്താ പ്ലാൻ? ഏറ്റവും കൂടുതൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്ലാൻ ചെയ്തതെന്ന് ആലോചിക്കുന്നത്.
ഈ ദീനിയായ മതപരമായ ഒരു ചിന്ത നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളാണോ പ്ലാൻ ചെയ്തത്, അതോ വെറുതെ ഈ ഒഴിവുള്ള സമയം മുഴുവൻ മൊബൈൽ എടുത്ത് ഈ അനാവശ്യങ്ങൾ കാണാനും ഈ റീൽസുകൾ കാണാനും വേണ്ടി തന്നെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ആലോചിച്ചോളൂ, ആ കുറ്റപ്പെടുത്തുന്ന മനസ്സ് വിട്ട് എല്ലാ തിന്മകളും ചെയ്യുന്ന ഒരു മനസ്സിലേക്കായിരിക്കും നമ്മൾ കടന്നത്. എന്നാൽ ഇതിനെ ശരിക്കും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ വിട്ട് മുതുമയിന്നത്തായിട്ടുള്ള ഒരു മനസ്സിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ ശരിയായ രീതിയിൽ കഴിയും. എന്താണ് അർത്ഥം? പറഞ്ഞു, അവസാന നാളാവുമ്പോ ഭക്ഷണത്തളികയിലേക്ക് വിശക്കുന്നവർ കൈനീട്ടി വരുന്നത് പോലെ മുസ്ലിം സമുദായത്തിന് നേരെ എല്ലാവരും എല്ലാ ശത്രുക്കളും കൈനീട്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകും. ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും, പക്ഷേ അവരുടെ ഹൃദയത്തിൽ വഹ്നിട്ട് കൊടുക്കുമെന്നാണ്. എന്താ വഹ്ൻ എന്ന് പറഞ്ഞാൽ? ആ വഹ്ൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ അവർക്ക് ഭയമുണ്ടാകും. അതിനുള്ള കാരണം എന്താ? ദുനിയാവിനോടുള്ള അത്യാർത്തി, മരണത്തോടുള്ള വെറുപ്പ്, മരിക്കുമെന്ന് വന്ന വല്ലാത്ത എന്ന് ദുനിയാവ് മാക്സിമം ജീവിക്കണം, അടിച്ചു പൊളിക്കണം എന്ന ചിന്ത, ദുനിയാവ് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയൊക്കെ എന്നുള്ള ചിന്ത. അങ്ങനെയുള്ള ഒരു ഭൗതികതയിലേക്ക് മനുഷ്യൻ കടന്നു വരുമ്പോഴാണ് നമുക്ക് എല്ലാ അനർത്ഥങ്ങളും ഉണ്ടാകുന്നത്. വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകലുമ്പോഴാണ്, ഈ ദുനിയാവിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോഴാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു തുമനീയത്തുള്ള മനസ്സമാധാനമുള്ള മനസ്സിനുടമകളായി ജീവിക്കാൻ ഒന്ന് മരണത്തെ കുറിച്ച് കൊടുക്കും. ഇതിന്ന് നമ്മൾ നാളുണ്ടാവും പറയുന്നത്. ഒരു തിയേറ്ററിലേക്ക് ഒരു ഫിലിം കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കയറുമ്പോൾ 3 മണിക്കൂറെങ്കിലും ചെലവഴിച്ച് തിരിച്ച് പോരും എന്ന് എന്താ ഉറപ്പ്? എത്ര ആളുകളുടെ മയ്യത്തേക്കുള്ളത് കൊണ്ടിരിക്കുന്നു. നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ പോക്കറ്റിൽ ഒരു ലഗേജ് സാധനത്തോടു കൂടിയാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നതിന് എന്തായിരിക്കും അവസ്ഥ? അത് നമ്മുടെ ബ്ലഡിലേക്ക് അടിച്ചു കയറ്റിയിട്ട് ആ ബ്ലഡോട് കൂടിയാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നതിന് എന്തായിരിക്കും അവസ്ഥ? അത് മാത്രം ചിന്തിച്ചാൽ മതി. എല്ലാ തെറ്റിലും നമുക്ക് തിരിച്ചു പോയാൽ പറ്റും, എല്ലാ ദുശ്ശീലങ്ങളും നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് തിരിച്ചു നടക്കുന്നവോ അവനുള്ളതാകുന്നു സ്വർഗ്ഗം. സുഹൃത്തുക്കളെ, ഈ കാലഘട്ടം പറയുന്നത് ഈ മൊബൈൽ ഫോൺ കയ്യിൽ പോക്കറ്റിൽ കൊണ്ടതോടുകൂടി ഇവിടുള്ള നാട്ടിലുള്ള സിനിമാ തിയേറ്ററുകളൊക്കെ അടച്ചാലും എല്ലാ വൃത്തികേടുകളും അടച്ചാലും ഇത് നമ്മുടെ 24 മണിക്കൂറിനുള്ള പോക്കറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ കൊണ്ടായിരിക്കും നമ്മുടെ ഫോൺ തീരുക, നമ്മുടെ നെറ്റ്. അതിനുവേണ്ടി അതേ സാധനത്തിന്റെ ഒരു ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണമെങ്കിൽ ഈമാൻ വർദ്ധിപ്പിക്കാൻ പറ്റും. ഈമാൻ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഇഷ്ടമുള്ള സംഗതികളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കുടുംബത്തിൽ മീറ്റിംഗ് വിളിച്ച് കുട്ടികളോട് കുടുംബത്തോടൊക്കെ പറയണം, ഇല്ലെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. അല്ലാഹു നമ്മളെല്ലാവരെയും അത്തരം മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണം. നമ്മുടെ നഫ്സിനെ ശരിയായ രീതിയിൽ നിലനിർത്താൻ കഴിയണമെങ്കിൽ എന്താണ് നഫ്സ് എന്ന് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ജസദും റൂഹും കൂടിയതിനെയാണ് നഫ്സ് എന്ന് പറയുന്നത്. ജസദ് എന്ന് പറയുന്നത്, ശരീരം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നുള്ളതാണ്. എന്നാൽ ആ ശരീരത്തിലുള്ള റൂഹ് അഥവാ ആത്മാവ് എന്ന് പറയുന്നത് ആകാശത്തു നിന്നാണ്. ഭൂമിയിൽ നിന്നുള്ള ജസദും ആകാശത്തു നിന്നുള്ള റൂഹും കൂടിയതിനെ വിളിക്കുന്ന പേരാണ് നഫ്സ് എന്ന് പറയുന്നത്, അഥവാ മനസ്സ് എന്ന് പറയുന്നത്. ഈ നഫ്സിനെ, നമ്മുടെ മനസ്സിനെ സമാധാനവും ആരോഗ്യവും ഉള്ളതാക്കി നിർത്തണമെങ്കിൽ അതിന് വഹ്യ് കൊണ്ട് മാത്രമേ കഴിയൂ. റൂഹ് എവിടെ നിന്നാണോ വന്നത് അവിടെ നിന്ന് തന്നെ, അഥവാ ആകാശത്ത് നിന്ന് തന്നെ, അഥവാ അല്ലാഹുവിൽ നിന്ന് തന്നെ വന്ന ആ വഹ്യ് കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിനെ ശരിയായ രീതിയിൽ നിലനിർത്താൻ കഴിയുള്ളൂ. അല്ല അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഒന്നുകൊണ്ടല്ലാതെ
നിങ്ങൾക്ക് ഒരിക്കലും തന്നെ സമാധാനം ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇതൊരു വലിയ തത്വമാണ്. ഇന്ന് ആൾക്കാർ സമാധാനം ഉണ്ടാകാൻ വേണ്ടി കുറെ ടൂർ പോകും, കുറെ കാശ് ചെലവാകും, കുറെ ഹോട്ടലിൽ പോയി, കുറെ പാർക്ക് പോയി, അല്ലേ? പക്ഷെ ആ ഒരു 2 മണിക്കൂർ പാർക്കിൽ നിന്ന് കഴിഞ്ഞാൽ, അതിന്റെ സമയം കഴിഞ്ഞാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർ വന്നിട്ട് പുറത്തു പോകണം. പിന്നെ പുറത്തു പോകുന്ന അടുത്ത വണ്ടി കയറി തിരിച്ചു പോരുന്നത് അവനാന്റെ വീട്ടിൽ തന്നെയാണ്. ഏതൊരു വീട്ടിൽ നിന്നാണോ നമ്മൾ സമാധാനം തേടി പോയത്, അതേ വീട്ടിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ഏതൊരു ഭാര്യയിൽ നിന്നാണോ നമ്മൾ കടന്നു പോയത്, അതേ ഭാര്യയിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അതേ ഭർത്താവിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അതേ വീടിന്റെ സാഹചര്യങ്ങളിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത്. പിന്നെ അപ്പൊ എന്റെ സമാധാനം ഉണ്ടാകാൻ ചില ആൾക്കാർ മദ്യത്തിന്റെ പിന്നാലെ പോകും. ബോധം ഉണ്ടാകുമ്പോഴല്ലേ സമാധാന പ്രശ്നം ഉണ്ടാകുമ്പോ, ബോധം തന്നെ എന്താ പ്രശ്നം? ഇപ്പൊ ബോധം തന്നെ പക്ഷെ ബോധം തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ പഴയതൊക്കെ ഓർമ്മ വരും, അത് ഡബിളായിട്ട് ഓർമ്മ വരും, ടെൻഷൻ കൂടും. അപ്പൊ അതുവരെ ഉപയോഗിച്ചിരുന്ന ലഹരി എത്രയാണോ അതിന്റെ ഇരട്ടി ഉപയോഗിക്കേണ്ടി വരും. സമാധാനം എന്ന് പറയുന്നത്, സ്വസ്ഥത എന്ന് പറയുന്നത് വീടിന്റെ വലുപ്പത്തിലല്ല, വാഹനത്തിന്റെ വലുപ്പത്തിലല്ല, ഇവിടെയുള്ള ആധുനിക സൗകര്യങ്ങളിലല്ല, മറിച്ച് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലാണ് ഒരു മനുഷ്യന് സ്വസ്ഥതയുണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നഫ്സിനെ പിടിച്ചു നിർത്താൻ ഇബ്നു ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞ 4 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞത് എന്താ അറിയോ? അയ്യുജാഹിദഹാ അലാ തഅല്ലുമിൽ ഹുദാ, നാമാർഗത്തെ കുറിച്ച് അറിവ് നേടുന്നതിന് കഠിനമായി പ്രയത്നിക്കുക എന്നത്. അതായത് ആ ആത്മാവിനെ നന്നാക്കാൻ വേണ്ടി വഹയിൽ നിന്ന് കിട്ടിയ ആ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കഠിനാധ്വാനം ചെയ്യണം. രണ്ടാമത് പറഞ്ഞത് അറിവിന് ശേഷം അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. മൂന്നാമത്തതോ അല്ലാഹു ഇറക്കിയ രീതിയിൽ ആ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും അഥവാ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. നാലാമത് പറഞ്ഞതോ അള്ളാഹുവിന് വേണ്ടി ക്ഷമയോടുകൂടി ആ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും വേണമെന്നാണ്. ഈ 4 കാര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾക്ക് ശരിയായ ഇടത്തിൽ പിടിച്ചു നിർത്താൻ കഴിയും. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോട് ചോദിക്കുന്നത്, ഈ 4 നമുക്കുണ്ടോ എന്നൊന്ന് ആലോചിച്ചു. ഒന്ന്, കൃത്യമായി ഇസ്ലാമികമായ അറിവ് നേടാൻ എന്തു മാർഗമാണ് ഇപ്പോൾ നടക്കുന്നത്? നമ്മുടെ ഈ ദാറുൽ സ്ത്രീകളുടെ ക്ലാസ് നടക്കുന്നുണ്ട്, പുരുഷന്മാർക്ക് ക്ലാസ് നടക്കുന്നുണ്ട്, കുട്ടികൾക്ക് ക്ലാസ് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ പാലുവാൻ എന്ന പേരില് പിന്നെ ഒരു 7ാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഈ വെക്കേഷനിൽ പ്രത്യേകമായ ക്ലാസ് രാവിലെ 9 മുതൽ 12 വരെ നടക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ എത്ര പേര് അത് എത്തിപ്പെടാറുണ്ട്? നമ്മുടെ കുടുംബത്തിൽ നിന്ന് എത്ര പേര് എത്തിപ്പെടാറുണ്ട്? ഇതുപോലെയുള്ള മതപരമായ കാര്യങ്ങൾ സംസാരിക്കുന്ന സമ്മേളനങ്ങളും ഇടങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പൊ അടുത്ത ദിവസം മണ്ണാർക്കാട് നടക്കാൻ പോകും. പക്ഷെ അതിന് പോകണമെന്ന് എത്ര പേര് തോന്നുന്നുണ്ട്? ഇതിനൊക്കെ ചോദിച്ചാൽ ഭയങ്കര തിരക്കുള്ള ആൾക്കാർ പറയും ഇപ്പോഴും വിചാരിക്കുന്നത്. എന്നാൽ അതേ വ്യക്തിനെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ, അതിൽ ഇങ്ങനെ ഓരോ തിരക്ക് കൂടി പോകും. നമസ്കാരത്തിൽ നിന്ന് എത്ര പെട്ടെന്നാണ് ആളുകൾ ഇറങ്ങിപ്പോകുക? ഇറങ്ങിപ്പോയിട്ട് തൊട്ടപ്പുറത്ത് പോയാൽ ആ ഉപകാരത്തിന് ഉള്ളിൽ ഈ ഫോൺ നോക്കിയിരിക്കും. എന്താ നമുക്ക് സംഭവിക്കുന്നത് ആലോചിച്ചു? അതായത് നമ്മൾ പഠിക്കേണ്ടതും വായിക്കേണ്ടതും അറിയേണ്ടതുമായ കാര്യങ്ങൾക്ക് പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ സമ്മതിക്കുന്നില്ല എന്നതാണ് വിഷയം. അതേപോലെ തന്നെ അത് സംഭവിക്കുന്ന ആൾക്കാർ ഈ അറിവനുസരിച്ചാണ് പ്രവർത്തിക്കുക. അത് എത്രത്തോളം അറിവിന്റെ കാര്യം. പിന്നെ പറഞ്ഞാൽ എന്താ അറിയോ? ഈ ദീനി കാര്യങ്ങൾ വേറൊരു സംസാരിച്ചുകൊണ്ടിരിക്കുക, അതിനാണ് വേറൊരിടത്തും പറയാം. അതിനെപ്പറ്റി നമ്മൾ പറയും നമ്മളെ ധാരണ എന്താ? അത് കുറച്ച് മൗലികമാർക്കും സംഘടനാ പ്രവർത്തകർക്കൊക്കെ മാത്രമുള്ള പരിപാടി. എനിക്കതൊന്നും പറഞ്ഞതല്ല. അവിടെയാണ് നമുക്ക് തന്നെ തകരാറ്. അതുകൊണ്ടാണ് നമുക്ക് ഒഴിവ് സമയം കിട്ടുന്നത്. നമ്മൾ ബിസി ആയി കഴിയണം. ഇത് ദീനി മേഖലയിൽ ബിസി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോണിൽ തോന്നാനും അത് വേണ്ടാത്ത കാര്യങ്ങൾ കാണാൻ ഒരിക്കലും സമയം ഉണ്ടാവില്ല. നമ്മുടെ സ്ക്രീൻ സമയം കുറയും. കൂടിയാൽ തന്നെ നല്ല കാര്യങ്ങളായിരിക്കും നമ്മൾ കാണാം, നല്ല കാര്യങ്ങളായിരിക്കും നമ്മൾ ഫോൺ ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നല്ല ആഴത്തിലുള്ള വായിച്ചേ പറ്റുള്ളൂ. കാലത്ത് കുട്ടികളും വായിക്കണം, ഭാര്യയും വായിക്കണം, ഭർത്താവും ഒക്കെ വായിക്കണം. കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിരിക്കുന്നു ദർഭവുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പൊ അതിന്റെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് ഏകദേശം 100ഓളം ആളുകൾ കൂടെ അല്ലെങ്കിൽ വരിച്ചത്. ആ ചേർത്തോട് എനിക്ക് പറയാനുള്ളത്, അത് വീട്ടിൽ റാപ്പർ കുട്ടിക്കാതെ കൊണ്ടേക്കുള്ളതല്ല.
അത് വായിക്കണം, അത് ഉള്ളിലുള്ളതെന്ന് അറിയണം. അപ്പോൾ ഈ കാലഘട്ടത്തെ വെല്ലുവിളികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ ഈമാനെ ചോർത്തിക്കളയുന്ന വിശ്വാസങ്ങളും സംസ്കാരങ്ങളും അജണ്ടകളും എന്താണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോഴേ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അതിൽ പെട്ടിട്ടായിരിക്കും നമ്മൾ അവസാനം ഇതറിയാം. അതുകൊണ്ട് വാങ്ങാത്തവർ വാങ്ങണം, വാങ്ങിയവർ വായിക്കണം. അതുപോലെ ക്ലാസ്സുകൾ കാര്യങ്ങളും പങ്കെടുക്കണം. അല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ കാലത്ത് ഈ ഇന്റർനെറ്റിന്റെ ഒഴുക്കിൽ കുത്തൊഴുക്കിൽ നമ്മളും അറിയാതെ നമ്മുടെ മനസ്സ് അതിന്റെ കൂടെ പോകും. ഈ തമാശയും ഈ സംഗീതവും ഈ മ്യൂസിക്കും അതുപോലെ തന്നെ ഈ അനാവശ്യമായ ചിന്തകളും കാര്യങ്ങളിലും മാത്രം അഭിനയിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മരിച്ചു. അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളെയും മുഅ്മിനീങ്ങളെയും നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുന്നതാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒട്ടനവധി ആളുകളുണ്ട്. അവരുടെയൊക്കെ കബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുന്നതാണ്. അല്ലാഹു والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين يا أرحم الراحمين.